എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുമ്പോൾ പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉണ്ടാകുന്ന തെറ്റുമൂലം അഡ്മിഷൻ വരെ ബാധിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് വളരെ ശ്രദ്ധയോടെ നൽകുവാൻ ശ്രദ്ധിക്കുക. കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ പരമാവധി കോളേജുകളിൽ കൊടുക്കുന്നതിൽ ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം നിരവധിയധികം കുട്ടികളാണ് ഒരുപാടധികം കോളേജുകളിൽ, അതായത് പോകുവാൻ താല്പര്യമില്ലാത്ത കോളേജുകളിൽ വരെ കൊടുത്ത് കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളിൽ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം അലോട്ട്മെന്റ് കാലയളവിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കുവാനുള്ള അവസരം ലഭിക്കുകയില്ല. എഡിറ്റ് ചെയ്യാനുള്ള അവസരം മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ റാങ്ക് വച്ച് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് അറിയുവാൻ കോളേജ് ദോസ്ത് അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ അവസരം നൽകുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നിങ്ങളുടെ റാങ്കും കാറ്റഗറിയും സെലക്ട് ചെയ്ത് എളുപ്പത്തിൽ തന്നെ നോക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായി തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എമൗണ്ട് എൻട്രൻസ് കമ്മീഷണർക്ക് നൽകേണ്ടതുണ്ട്. അത് പിന്നീട് അഡ്മിഷൻ ലഭിച്ചാൽ കോളേജ് ഫീസിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ജനറൽ EWS OBC കാറ്റഗറിക്ക് 2000 രൂപയും SC/ST കാറ്റഗറിക്ക് 500 രൂപയുമായിരുന്നു. കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ അലോട്ട് ചെയ്ത് അഡ്മിഷൻ കിട്ടിയാൽ കീം പറയുന്ന അവസാന തീയതിക്ക് മുന്നോടിയായി തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് അനിവാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സുകളിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചും റാങ്കും പരിഗണിച്ച് ഓപ്ഷൻസ് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ ഡെമോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുകൂടാതെ കോളേജ് ദോസ്ത് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. നന്ദി.